ഹരിമോഹൻ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, മിനിസ്റ്റർ വി ശിവൻകുട്ടി പറയുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പമ്പിംഗ് പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ്. അവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? സർക്കാർ ഈ വിഷയത്തിൽ എത്രത്തോളം ഇടപെടുന്നുണ്ട്? ടാങ്കറുകളിലൊക്കെ കഴിയാവുന്നിടത്തേക്കൊക്കെ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ സർക്കാർ? ദിവ്യ, അങ്ങനെയാണ്. അല്പം മുമ്പ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ കുടിവെള്ള പൈപ്പുകൾ മാറ്റിയിടുന്ന സ്ഥലം സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അത് ഈ റെയിൽവേ ക്രോസ് ലൈനിനടുത്ത് ആണ്. അതായത് നമ്മൾ നേരത്തെ ഇപ്പോൾ അല്പം മുമ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുടിവെള്ള പൈപ്പുകൾ മാറ്റിയിടുന്ന പ്രവൃത്തി തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്കാണ് ഒരു വലിയ ഒരു പ്രശ്നമുണ്ടായത്. ആ പ്രശ്നം എന്ന് പറയുന്നത് സാങ്കേതിക പ്രശ്നമാണെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ വാൽവിൽ ലീക്ക് കണ്ടതിനെ തുടർന്നാണ് ഈ തൽക്കാലം ഈ കുടിവെള്ള പൈപ്പിടൽ ജോലികൾ നിർത്തിവെച്ചത്. അതായത് പമ്പിംഗ് ഇന്നലെ പുലർച്ചയോടുകൂടി നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും രാത്രിയിൽ പമ്പിംഗ് പുനരാരംഭിച്ചു. ആ ലീക്ക് നീക്കി എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ വീണ്ടും ലീക്ക് കണ്ടതിനെ തുടർന്ന് ആ പമ്പിംഗ് നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിങ്ങും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് സാങ്കേതിക പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ വെല്ലുവിളിയായത്. അതുകൊണ്ടാണ് 40-ലധികം വാർഡുകളിൽ ഇത്തരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് ഈ കുടിവെള്ള വിതരണം എല്ലായിടത്തേക്കും, അതായത് ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ വരെ ഇത്തരത്തിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അല്പം മുമ്പ് മന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ സമയമടക്കം ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് വൈകിട്ട് 4 മണിയോടുകൂടി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഈ ചില സ്ഥലങ്ങളിലേക്ക്, അതായത് കഴിയാവുന്ന സാധ്യമായ സ്ഥലങ്ങളിലേക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കഴിയാവുന്ന സാധ്യമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും 40-ലധികം വാർഡുകളുണ്ട്. അപ്പോൾ അത്രയും വിശാലമായ സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് കുടിവെള്ളം ഇത്രത്തോളം എത്തിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ചോദ്യമാണ്. പക്ഷേ ഈ നാല് ദിവസത്തോളമായി കുടിവെള്ളം മുടങ്ങി എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ ഭീമൻ പൈപ്പുകളാണ് പുനഃസ്ഥാപിക്കേണ്ടത്. ആ ജോലികളൊക്കെ വൈകിട്ടത്തേക്കുള്ളിൽ പൂർത്തിയാകുമോ? എന്താണ് അവിടെ നിന്ന് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഉച്ചയോടുകൂടി അത് പൂർത്തിയാകുന്നു. 4 മണിയോടുകൂടി കുടിവെള്ള വിതരണം പമ്പിംഗ് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുമ്പ് മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളോട് പറഞ്ഞിരുന്നത്. അത് എന്തായാലും അത്തരം പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ സ്ഥലത്തുണ്ട്. അത് ഈ വാൽവിന് ലീക്കേജ് കണ്ട തുടർച്ചയായി എത്തരത്തിൽ പമ്പിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത് ഈ വാൽവിന് ലീക്കേജ് വന്നതോടു കൂടിയിട്ടാണ് എന്നുള്ളതാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. സാങ്കേതികമായ പ്രശ്നമാണ്. ആ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയില്ല. പക്ഷേ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും, വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് 4 മണിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച മന്ത്രി വി ശിവൻകുട്ടി, തിരുവനന്തപുരത്ത് തന്നെയുള്ള മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇന്ന് രാവിലത്തോടുകൂടി കുടിവെള്ള വിതരണം നടത്താൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ സമയം കൂടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം. സ്വാന്തന സാജു കൂടി ചേരുന്നുണ്ട്. സ്വാന്തന, ഈ ജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നത്? അവർ കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് കടകളിൽ നിന്നൊക്കെ ഈ മിനറൽ വാട്ടറിന്റെ കുപ്പികളൊക്കെ വാങ്ങിയാണോ അവർ ഈ ദൈനംദിന കാര്യങ്ങളൊക്കെ മുന്നോട്ട് തള്ളി നീക്കുന്നത്? ദിവ്യ, പലയിടങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ പോയ പലയിടങ്ങളിലും ആളുകൾ ഈ കുടിക്കാനായൊക്കെ ഉപയോഗിക്കുന്നത് കടകളിൽ നിന്ന് വാങ്ങുന്ന 20 രൂപയുടെ മിനറൽ വാട്ടർ കുപ്പികൾ, അതായത് 10-20 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കുടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ വെള്ളം എവിടെന്നെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തന്നെ അതൊന്നും അത്ര നല്ല വെള്ളമല്ല. അതുകൊണ്ട് തന്നെ അത് പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും മറ്റ് ഭക്ഷണം ഉണ്ടാക്കാനും കുടിക്കാനും ഒക്കെ മിനറൽ വാട്ടർ വാങ്ങുകയും ചെയ്യുന്നതാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത്. ഇനി ചിലർക്ക് മിനറൽ വാട്ടർ വാങ്ങിയാലും മറ്റ് കുക്ക് ചെയ്യാനൊന്നും വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ പലരും ഹോട്ടലിൽ നിന്ന് വാങ്ങുകയാണ്. ഇന്നലെ ഇപ്പം നമ്മൾ പൂന്തുറ പോയിരുന്നു ദിവ്യ. അവിടെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ പൂന്തുറ എന്ന് പറയുന്ന പ്രദേശം വളരെ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന ഒരിടമാണ് പൂന്തുറ. അവിടെ നമ്മൾ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, പലർക്കും ഒരു തുള്ളി വെള്ളം പോലുമില്ല. അവിടെ ചില കടകളിലൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസം ഏറ്റവും അധികം ഈ കടയിൽ നിന്ന് വിറ്റുപോയ ഒരു സാധനം എന്ന് പറയുന്നത് മിനറൽ വാട്ടർ ആണ് എന്നാണ്. അത് മാത്രമല്ല, പലർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സാധിക്കാതെ കടകളിലേക്ക് ചെല്ലുമ്പോൾ കടകളിലും വെള്ളമില്ലാതെ കട പോലും അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ദൂര സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കേണ്ട അവസ്ഥ പോലും പല ആളുകൾക്കുമുണ്ട്.